പുരുഷ കമ്മീഷൻ തന്നെ വന്നു. പക്ഷെ എല്ലായിടത്തും ഇരട്ടത്താപ്പുകളാണ് നടക്കുന്നത്. ഒരു സ്ത്രീയുടെ സൗന്ദര്യം എന്തെങ്കിലും അഴിച്ചിട്ട് കാണുന്നതിലല്ല, സ്ത്രീ കമ്മീഷൻ ഇപ്പോഴും ഉണ്ട്. പക്ഷെ എത്ര എടുത്തു പറയാൻ പറ്റും? ഒരു സാധാരണ ഒരു സ്ത്രീയുടെ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവരുന്ന എത്ര സ്ത്രീ കമ്മീഷൻ ഉണ്ട്? എല്ലാവരും ചിന്തിക്കുന്നത് എന്റെ അവിടെ കണ്ടാൽ ഇവിടെ കണ്ടാൽ അത് ഭയങ്കര സൗന്ദര്യമാണ്, ഞാൻ ഭയങ്കര എന്തോ ആണെന്ന്. ദാറ്റ് ഈസ് നത്തിങ്. ദർ ഈസ് നോ വേർഡ് ഓഫ് പെർഫെക്റ്റ് വൈഫ്. അവിടെയും അവൾ ഭാര്യ, നല്ല ഭാര്യ എന്ന് പറയുന്ന ഒരു ചിന്ത കൊടുക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലൊരു ഭർത്താവായിരിക്കണം. ബിഗ് ടി വി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്വയം ഇല്ലാതായി മാറിയ ആദ്യ വനിതാ റിപ്പോർട്ടർ എന്നാണ് എനിക്ക് തോന്നിയത്. ഞാൻ ചിലപ്പോൾ പറയുമ്പോൾ അതൊരു ചിലപ്പോൾ ഒരു കോൺട്രവേഴ്സി ആകാനായിട്ടുള്ള ഒരു വിഷയമാണ്. സ്ത്രീ പുരുഷ കമ്മീഷന്റെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി, ദ വൺ ഫ്രം വട്ടിയൂർക്കാവ്. ഈ നമ്മൾ ഈ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വേർഡാണല്ലേ കുലസ്ത്രീ എന്ന് പറയുന്നത്. എന്താണ് കുലസ്ത്രീ? പേര് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തീരും. അതുകൊണ്ടാണ് എൻ്റെ സംരംഭക നമ്പർ ഒരു 25 വയസ്സുകാരൻ കൊണ്ടുപോയി അനാവശ്യ ഗ്രൂപ്പുകളിലിട്ട്. അവൻ എന്നെ കണ്ടിട്ട് പോലുമില്ല. കുലസ്ത്രീ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒട്ടുമല്ല. സ്ത്രീകൾ കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പോഴും സൊസൈറ്റി അതിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ജഡ്ജ് ചെയ്യുന്ന ഒരു ശീലം പണ്ട് മുതലേ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. എന്താണ് അങ്ങനെ ഒരു എന്തെങ്കിലും അനുഭവം ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതിപ്പോ കരിയറിൽ മാത്രമല്ലല്ലോ, എല്ലായിടത്തും ഉണ്ടല്ലോ. ഉറപ്പായിട്ടും അത് എന്താ പറയാ, അതൊരു കരിയറിന് മാത്രമല്ല. അത് ഞാൻ പറഞ്ഞില്ലേ, അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മൾ ഈ പറയുന്നത് അത് അവരുടെ ഒരു രീതിയായിട്ട് അങ്ങ് മാറിക്കൊണ്ട് പോകുന്നതാണ്. അല്ല, അതിലെന്തെങ്കിലും അങ്ങനെ ഒരു അതിന്റെ ആവശ്യം ഉണ്ടോ? അതായത് നമുക്ക് സ്വന്തമായിട്ട് എന്ത് ജോലി ചെയ്യണം എന്നുള്ളത് നമ്മുടെ അത് ആ സ്വാതന്ത്ര്യം ഉണ്ട്. ഞാൻ പറയട്ടെ, ഇപ്പോ ഒരു കാര്യം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാലങ്ങൾക്ക് മുൻപ് അമ്മ മിണ്ടാതിരിക്കും, അമ്മയുടെ ആങ്ങളെയാ വീട്ടിലെ കാര്യങ്ങൾക്കെല്ലാം. അപ്പൻ ഉണ്ടെങ്കിൽ പോലും അമ്മാവനോട് ചോദിച്ചുകൊണ്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു നിലപാടെടുത്തിരുന്ന ഒരു സമൂഹത്തിൽ നിന്ന് മാറി അപ്പന് നിലപാടെടുക്കാൻ പറ്റുന്ന ഒരു സമൂഹത്തിലേക്ക് നമ്മൾ വന്നു. പിന്നീട് അമ്മ കൂടി അതായത് ഇൻഡിപെൻഡൻ്റ് ആയി വന്നു കഴിയുമ്പോൾ അമ്മ കൂടി അതിനകത്തോട്ട് നിലപാടെടുക്കാനുള്ള ഒരു ഇത് വന്നു. എനിക്ക് തോന്നുന്നു ഇനി ഒരു 20-30 ഒക്കെ ആകുമ്പോഴതൊക്കെ ഇങ്ങോട്ട് മാറും. അതൊക്കെയാണോ ഈ പെർഫെക്റ്റ് വൈഫ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് സമൂഹത്തിന്റെ? ഈ പറഞ്ഞ പോലെ തീരുമാനങ്ങൾ സ്വയം എടുക്കാതെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളവർ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ട് അങ്ങനെ ഇരിക്കുന്നതാണോ ഇപ്പോഴത്തെ സമൂഹത്തിന്റെ പെർഫെക്റ്റ് വൈഫ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനോടല്ല, പെർഫെക്റ്റ് വുമൺ എന്നാണ് എപ്പോഴും പറയുന്നത്. ദർ ഈസ് നോ വേർഡ് ഓഫ് പെർഫെക്റ്റ് വൈഫ്. അവിടെയും അവൾ ഭാര്യ, നല്ല ഭാര്യ എന്ന് പറയുന്ന ഒരു ചിന്ത കൊടുക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലൊരു ഭർത്താവായിരിക്കണം. എങ്കിൽ മാത്രമേ അവൻ നല്ല ഭാര്യയെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. നല്ലൊരു സ്ത്രീയാണ് എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് പോകുമ്പോഴാണ് അവിടെ ഈ മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത്. ഞാൻ അവിടെയും എപ്പോഴും പറയുന്ന ഒരു കാര്യം, വി ഷുഡ് ദ സെൽഫ് റെസ്പെക്ട്. ഈ എവിടെയാണോ സെൽഫ് റെസ്പെക്റ്റ് ഉള്ളത് അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അവളെ സമൂഹവും അംഗീകരിക്കും എന്നുള്ളത് തന്നെയാണ്. ഇനി നടക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ ഇന്ന് ഇതൊന്നും അല്ലാതെയുള്ള നടക്കുന്നത് കൊണ്ടാണല്ലോ റോഷിനി ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടി വന്നത്. ഈ ഒരു പെർഫെക്റ്റ്, അത് സമൂഹം ആക്ച്വലി അവരിതിനെ നമ്മളിപ്പോൾ ചിലപ്പോൾ ചോദിക്കാം ചിലയിടങ്ങളിൽ വി ക്യാൻ ആസ്ക് എല്ലാം എല്ലാവരോടും ചോദിച്ചിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് മാത്രം തോന്നിയാൽ പോരെ, മറ്റുള്ളവരെ തോന്നിപ്പിക്കണം എന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നമ്മൾ പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് മാത്രം തോന്നിയാൽ മതി, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവിടെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് സെൽഫ് റെസ്പെക്ട്. ആത്മാഭിമാനവും ആത്മവിശ്വാസവും നമ്മളിൽ ഉണ്ട് എങ്കിൽ എന്ന് പറഞ്ഞിട്ടാ ഞാൻ നാളെ മുതൽ ഒന്നും ഇടാതെയൊക്കെ നടക്കണം, എൻ്റെ ആത്മാഭിമാനം എങ്ങനെയാണ്, എനിക്ക് ഞാൻ ശരിയാണ് എന്ന് ചോദിക്കുന്നതിലല്ല. ഈ സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാകുമ്പോൾ അവൾക്ക് പറയേണ്ടത് പറയാനും മറക്കേണ്ടത് മറയ്ക്കാനും സംസാരിക്കേണ്ടത് സംസാരിക്കാനും ആളുകളോട് ഇടപെടാനും അവളുടെ സൗന്ദര്യത്തെ ഏറ്റവും മനോഹരമാക്കാനും അവൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഒരു സ്ത്രീയുടെ സൗന്ദര്യം എന്തെങ്കിലും അഴിച്ചിട്ട് കാണുന്നതിലല്ല, ഉറപ്പല്ല. എല്ലാവരും ചിന്തിക്കുന്നത് എൻ്റെ അവിടെ കണ്ടാൽ ഇവിടെ കണ്ടാൽ അത് ഭയങ്കര സൗന്ദര്യമാണ്, ഞാൻ ഭയങ്കര എന്തോ ആണെന്ന്. ദാറ്റ് ഈസ് നത്തിങ്. ഒരു സ്ത്രീയുടെ സൗന്ദര്യം അവൾ
നമ്മളീ പറയുന്ന അവളിൽ അണിഞ്ഞിരിക്കുന്നതിലാണ്. അവൾ അണിഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ അവളുടെ ഡ്രസ്സിലോ അവൾ അണിഞ്ഞിരിക്കുന്ന മാലയോ ഫാഷനൊന്നും അല്ല. അവൾ അണിഞ്ഞിരിക്കുന്ന പല കാര്യം, അത് പണ്ട് മുതൽ പറഞ്ഞു വരുന്ന അതിലിപ്പോൾ ഭയങ്കര എന്താ കുലീനമായ സ്ത്രീ സൗന്ദര്യമുള്ളവൾ എന്നുള്ളതൊന്നും അല്ല. അപ്പോൾ നമ്മൾ എന്ത് പറയണം, എന്താണ് പറയാൻ പാടില്ലാത്തത്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഇതെല്ലാം നമ്മൾ എന്താ പറയുക ചെറുപ്പകാലങ്ങളിൽ നമ്മൾ പഠിച്ചു വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അവിടെ നിന്ന് നമുക്ക് നമ്മളോട് തോന്നുന്ന ഒരു അഭിമാനമുണ്ട്. യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അവളുടെ അഭിമാനം തന്നെയാണ്. ആ അഭിമാനം കാത്തു സൂക്ഷിക്കുന്നിടത്തോളം കാലം അവൾ ഈ പറയുന്ന പോലെ ഇപ്പൊ ചോദിച്ചതിന് ഈ നമ്മൾ ഈ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വേർഡാണല്ലേ കുലസ്ത്രീ എന്ന് പറയുന്നത്. എന്താണ് കുലസ്ത്രീ? സത്യത്തിൽ എനിക്ക് എന്താണ് കുലസ്ത്രീ സത്യം പറഞ്ഞാൽ എനിക്കും അറിയാത്തൊരു കാര്യം. ഞാനൊരു കുലസ്ത്രീ അല്ല. അതായത് എന്നോട് ചിലർ എന്താ പറഞ്ഞതുമല്ല, ഞാനൊരു വട്ട പൊട്ടിട്ടാൽ കുലസ്ത്രീ ആകുമെന്ന് ചിലർ പറയുന്നുണ്ട്. പക്ഷെ എത്ര കണ്ടിട്ട് ഞാൻ വട്ടപ്പൊട്ടിട്ടിട്ടും എനിക്ക് അതുപോലെ ആകാൻ സാധിക്കുന്നില്ല. ഈ പറയുന്ന കുലസ്ത്രീയെ പോലെ തന്നെ ചേർത്ത് പിടിക്കേണ്ട ഒരു കാര്യമാണ് ഫെമിനിസ്റ്റ്. എന്നോട് നിങ്ങളൊരു ഫെമിനിസ്റ്റ് ആണോ? അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ പ്രാവശ്യം ആലോചിച്ചു, ഞാൻ അതാണോ? എന്താണ് ഫെമിനിസം? അതും കൂടെ പറയും. ഫെമിനിസം ഇസ് ജസ്റ്റ് വൺ ഈക്വാലിറ്റി എന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഒരു ആണിന്റെ എന്താണ് ആണുങ്ങൾ ഇരിക്കുന്നിടത്ത് ഒരു പെണ്ണ് വന്നിരുന്ന് ഇങ്ങനെ കാലിന്റെ മേൽ കാലിട്ടിരുന്ന് കഴിഞ്ഞാൽ അവളൊരു ഫെമിനിസ്റ്റ് ആവത്തൊന്നുമില്ല. ആ പെണ്ണ് അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അവളുടെ കംഫർട്ടാണ്. സോ ഈക്വാലിറ്റിയാണ് ഫെമിനിസം എന്ന് പറയുന്നത്. അത് പുരുഷനോടൊപ്പം സ്ത്രീക്കും ഈക്വലി അവള് സ്പേസിനെ എന്താണ് അതിനെ ഷെയർ ചെയ്യാൻ പറ്റും, ചിന്തകളെ ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ മാത്രമാണ്. അല്ലാണ്ട് പുരുഷന്റെ മേൽ കുതിര കയറുന്ന ഒരു സ്ത്രീ അല്ല ഫെമിനിസ്റ്റ്. നമ്മൾ ചിലരൊക്കെ അതിനങ്ങ് നമ്മൾ അഥവാ ആരോടെങ്കിലും എന്തെങ്കിലും ആ ചെറുക്കെന്ന് പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളൊരു ഫെമിനിസ്റ്റ് ആണ്. യഥാർത്ഥത്തിൽ ഫെമിനിസ്റ്റ് എന്ന് അവർ പറയുന്നത് അതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ അറിഞ്ഞുകൂടാത്തോണ്ടാവും. ഏറ്റവും കൂടുതൽ ഫെമിനിസം പറയുന്ന സ്ത്രീകൾ എല്ലാ വ്യക്തികളെയും റെസ്പെക്ട് ചെയ്യുന്നവരാണ്. ഇനി ബാക്കിയുള്ളവർ അങ്ങനെയൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നോക്കുമ്പോൾ ഞാനൊരു ഫെമിനിസ്റ്റ് അല്ല. കാരണം അവരുടെ കാഴ്ചപ്പാടല്ലേ ഫെമിനിസ്റ്റ് അല്ല. ഇനി കുലസ്ത്രീ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒട്ടുമല്ല. എനിക്കിനി ആ ഒരു അതായത് സമൂഹം ചേർത്ത് വെച്ചിരിക്കുന്ന ആ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള കുലസ്ത്രീ ആവാൻ എന്നെ കിട്ടത്തുമില്ല. അല്ലെങ്കിൽ നമുക്ക് ആർക്കും അങ്ങനെ ഒരു രീതിയിൽ മുമ്പോട്ട് ഇല്ല. അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ, അങ്ങനൊന്നും പറയരുത്. ഭയങ്കര കുലം എന്താണ് ഭയങ്കര കുലം കൊണ്ട് നടക്കുന്ന സ്ത്രീകളും ഉണ്ട്. അതിൽ എത്ര വാസ്തവമുണ്ട്? ഡിപ്പെൻസ് അപ്പോൺ. ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ ഏറ്റവും വിരൂപയായിട്ടുള്ളവൾ പറയുകയാണ് കണ്ണാടി നോക്കിയിട്ട് ഞാൻ ഏറ്റവും സുന്ദരിയാണ് എന്ന് പറഞ്ഞാൽ പുറമേ നിൽക്കുന്നവർ പറയും ഇവളാണോ എന്ന് ചോദിക്കുമ്പോൾ ഫ്രം ഹെർ ആസ്പെക്ട് ഷീ ഈസ് ദ മീ. ഞാനിപ്പോൾ അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. എന്നെ സമൂഹം എനിക്കിടുന്ന പേരുകൾ എൻ്റെ വിഷയങ്ങളല്ല. എനിക്ക് ഞാനായിത്തിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. അതിൽ സമൂഹം എനിക്ക് ഏത് പേരിട്ടാലും അത് എന്നെ ബാധിക്കാത്തിടത്തോളം കാലം അത് എൻ്റെ വിഷയമേ അല്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ട് പേരുകളിൽ ഞാൻ പെടത്തില്ല. ഇപ്പോഴത്തെ പുരുഷന്മാരെ സംബന്ധിച്ചാണെങ്കിലും അവരും ഒരുപാടൊക്കെ മാറിയിട്ടില്ലേ? സ്ത്രീകൾ മാത്രമല്ലല്ലോ മാറ്റം. പുരുഷന്മാർ എനിക്ക് തോന്നുന്നു അവര് ഇപ്പോഴത്തെ സത്യം പറഞ്ഞാൽ ഇപ്പൊ അവര് ഭയങ്കര പാവം കൂടുതലും. ഇല്ല, അവര് സത്യം അവര് പാവങ്ങളാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. കാര്യം ഒരുപാട് മാറ്റമാണ് അവരിൽ വന്നിരിക്കുന്നത്. ഒത്തിരി മാറ്റങ്ങൾ. കാര്യം നല്ല രീതിയിൽ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട്. ഫെമിനിസത്തിന്റെ യഥാർത്ഥ വാക്ക് അറിഞ്ഞുകൊണ്ടാണ് പുരുഷന്മാർ പെരുമാറുന്നത്. അവിടെ നമ്മൾ ഫെമിനിസം എന്നുള്ള ഒരു വാക്ക് പറയണ്ട. അത് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് സ്ത്രീയെക്കാട്ടിൽ കൂടുതൽ ചില പുരുഷന്മാർ ഐ എം ടെല്ലിങ് ലൈക്ക് ദാറ്റ് ഓൾ ദാറ്റ് പേഴ്സൺ അല്ല, ചില പുരുഷന്മാർ ഫെമിനിസത്തെ അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അവർ നമ്മളോട് അതേ റെസ്പെക്റ്റോടുകൂടി പെരുമാറുന്നത് എന്നുള്ളത് സത്യമാണ്. ഇത് എല്ലായിടത്തും ഉണ്ട് കേട്ടോ. സ്ത്രീകളിലും അങ്ങനെയുണ്ട്, ദ സെയിം തിങ് പുരുഷന്മാരിലും അങ്ങനെയുണ്ട്. ഇവർ രണ്ടുപേരും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. വൺ സൈഡ് ഐ റെസ്പെക്ടിങ് ദ ആൻഡ് ദി അതർ സൈഡ് നമ്മൾ പറഞ്ഞല്ലോ. പക്ഷെ ഇപ്പൊ പണ്ടുള്ളതിനേക്കാളും ഒരുപാട് മാറിയിരിക്കുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷേ എന്നാലും ഒരു ചെറിയ സമൂഹം ഈ പറഞ്ഞ പോലെ മോശം വശങ്ങളിലും ഉണ്ട്.
ഇല്ലാന്നല്ല. അത് മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോഴേ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം നമ്മൾ പുരുഷൻ മാറിയിരിക്കുന്ന പുരുഷൻ കുറെ കൂടെയൊക്കെ ഒതുങ്ങാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഈയിടയ്ക്കുണ്ടായ ഒരു ഇൻസിഡൻറ്റ് നമ്മളെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കരമായിട്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെറുപ്പക്കാരൻ്റെ വീട്ടിലൊന്ന് പോകണം എന്ന് തന്നെ ഞാൻ വിചാരിച്ചിരുന്ന ഒരിതായിരുന്നു. വണ്ടിയിൽ വെച്ച് അത് ഈ നേരത്തെ പറഞ്ഞ നമ്മൾ ആദ്യം പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി ചെയ്ത ഒരു കാര്യം, അതിൽ ആ ഒരു ചെറുപ്പക്കാരനുണ്ടായ അവൻ്റെ മനോവിഷമം, ദാറ്റ്സ് വെരി, അത് ഭയങ്കര ഒരു ഇതാണ്. ആ പുരുഷൻ അവിടെ എന്താണ്, അവൻ ഒരു നിമിഷം ഈ സൂയിസൈഡൽ ടെൻഡൻസി എന്ന് പറയുന്നത് ദ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് തോന്നുന്നതാണ്. അവനത് തോന്നി, അവൻ ഒരു നിമിഷത്തേക്ക് മറ്റൊന്നും ആലോചിച്ചില്ല. ഇവിടെ ഏറ്റവും കൂടുതലെന്ന് പറയുന്നത്, ഇന്ന് ഞാൻ ഇടയ്ക്ക് ഇപ്പോൾ വുമൻസ് ഡേയുടെയൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. പെൺകുട്ടികളെക്കാട്ടിലും കൂടുതൽ സ്കൂളുകളിലാണെങ്കിൽ പോലും ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുക പെൺകുട്ടികൾക്ക് ക്ലാസ് വേണം എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, ആൺകുട്ടികൾക്കും ഇന്ന് വേണ്ടുന്ന രീതിയിലേക്കാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഈ പെൺകുട്ടികൾ ഈ നിയമങ്ങളെ ഭയങ്കരമായിട്ട് അവരിങ്ങനെ മിസ്യൂസ് ചെയ്യപ്പെടുകയാണ് പലപ്പോഴും. ഇപ്പൊ ആ പെൺകുട്ടി അത് കാണിച്ചത് കൊണ്ട് ഇനി റിയലായിട്ട് ആരെങ്കിലും എന്തെങ്കിലും കാണിച്ചാൽ പോലും അല്ല, അതാ ഞാൻ പറഞ്ഞ മിസ്യൂസ് ചെയ്യപ്പെടുകയാണ്. അപ്പൊ അതായത് സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടുന്ന പ്രിവിലേജിനെ ഒരു സ്ത്രീയായ ഞാൻ തന്നെ അത് മിസ്യൂസ് ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് പ്രശ്നം. അത് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ ചെറുപ്പക്കാരൻ മാത്രമല്ല, എത്രയോ പേർ ഒരു സ്റ്റേജിൽ വന്നു നിന്ന് ഒരാൾ സംസാരിച്ചു, എത്രയോ പേരുടെ ആത്മഹത്യകൾ പിന്നെ പിന്നെ കാണുന്നു. ഇതെല്ലാം എന്താ പറയുക, ഇവിടെ ഇപ്പം നമ്മൾ ഈ പറയുന്നല്ലോ ഒരു പുരുഷ കമ്മീഷൻ തന്നെ വന്നു. പക്ഷെ എല്ലായിടത്തും ഇരട്ടത്താപ്പുകളാണ് നടക്കുന്നത്. സ്ത്രീ കമ്മീഷൻ ഇപ്പോഴും ഉണ്ട്. പക്ഷെ എത്ര എടുത്തു പറയാൻ പറ്റും? ഒരു സാധാരണ ഒരു സ്ത്രീയുടെ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവരുന്ന എത്ര സ്ത്രീ കമ്മീഷൻ ഉണ്ട്? ഒരിക്കലും ഇല്ല. ഇപ്പോഴും എല്ലാം അണ്ടർ കോമിക്കകത്ത്, ഇങ്ങനെ ഈ ഒരു കോമിക്കകത്ത് വരുന്നവരുടെ മാത്രം ഇഷ്യൂസ് എടുത്ത് പറയുന്നുള്ളൂ. ഒരു പുരുഷ കമ്മീഷനുണ്ട്. പുരുഷ കമ്മീഷൻ എന്താ ചെയ്യുന്നത്? അതും ഈ പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മരിച്ചപ്പോൾ എല്ലാവരും ഓടിക്കൂടി. അതൊരു, എനിക്ക് തോന്നുന്നു, ഞാൻ ചിലപ്പോൾ പറയുമ്പോൾ അതൊരു ചിലപ്പോൾ ഒരു കോൺട്രവേഴ്സി ആകാനായിട്ടുള്ള ഒരു വിഷയമാണ്. സ്ത്രീ പുരുഷ കമ്മീഷൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി, ദ വൺ ഫ്രം വട്ടിയൂർക്കാവ്, പേര് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തീരും, അതുകൊണ്ടാണ്. അപ്പം ആ മനുഷ്യൻ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ എനിക്കെതിരെ നേരിണ്ടായ ഒരു ഇഷ്യൂ, അത് പുള്ളിക്കാരനല്ല, എൻ്റെ എൻ്റെ സംരംഭക നമ്പർ ഒരു 25 വയസ്സുകാരൻ കൊണ്ടുപോയി അനാവശ്യ ഗ്രൂപ്പുകളിലിട്ട്. അവൻ എന്നെ കണ്ടിട്ട് പോലുമില്ല. അവൻ നോക്കിയപ്പോൾ കാണാൻ കൊള്ളാവുന്ന എന്താ പറയുന്ന ഒരു പരസ്യം വന്നു. ആ പരസ്യത്തിനകത്ത് ഒരു നമ്പർ കണ്ടു. ആ നമ്പർ എൻ്റെ ഫോട്ടോസ് സഹിതം അവൻ അവിടെ കൊണ്ടിട്ടു. ഞാൻ അതിൻ്റെ പിന്നിൽ ഇന്നിപ്പോൾ 1 വർഷം പൂർത്തിയായി. ആ സമയത്ത് ദ സെയിം ഡേ ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ അതേ ദിവസം അറസ്റ്റ് ചെയ്യപ്പെട്ട അതേ ദിവസമാണെന്ന് വൈകിട്ടാണ് നടക്കുന്നത്. ചാനലുകാരൊക്കെ ഓടിക്കൂടി. ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര കാര്യമായിട്ട് ഈ അജിത്ത് അടക്കമുള്ളവർ, അജിത്ത് എന്നാണ് തോന്നുന്നത് അയാളുടെ പേര്, എനിക്ക് ഓർമ്മയിൽ, അയാൾ ഭയങ്കര കാര്യം പുരുഷ കമ്മീഷൻ ഭയങ്കര ശക്തമായിട്ടുണ്ട്. ഞാൻ അങ്ങേരെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഈ പുരുഷ കമ്മീഷനോട് ഒരൊറ്റ ചോദ്യം, ഒരു സ്ത്രീക്കെതിരെ ഒരു പുരുഷൻ പ്രശ്നം ഉണ്ടാക്കി, നിങ്ങൾ എന്താ ആ പുരുഷനെ സംരക്ഷിക്കാനും കൂടെ പോവാത്തത്? സെയിം തിങ് നമ്മൾ പലയിടത്തും, ഞാനീ പറഞ്ഞല്ലോ, എല്ലായിടത്തും ഇന്ന് സമൂഹം ചിലയിടങ്ങളിൽ സോക്കോൾഡ് കമ്മ്യൂണിറ്റീനെ മാത്രമാണ് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. അത് ആണായാലും പെണ്ണായാലും. ഒന്നുകൂടി പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, ബ്രാൻഡ് വാല്യൂ ഉള്ളവർക്ക്, ന്യൂസ് വാല്യൂ ഉള്ളവർക്ക്, അതായത് റീച്ച് കിട്ടുന്നവരെ മാത്രം തേടുന്ന, സോഷ്യൽ മീഡിയയെ വിശ്വസിച്ച് പോകുന്ന, അതിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിലാണ് നമ്മൾ ഇന്ന് പൂർണ്ണമായും ജീവിക്കുന്നത് എന്നുള്ളത് ഇന്ന് സമൂഹം സോഷ്യൽ മീഡിയ പാട്രിയാർക്കീസിന് സ്വന്തമാണെന്നുള്ളതാണ് മെയിൻ കാര്യം. പക്ഷേ റീൽ ആണോ റിയൽ, അതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് അറിയാമോ? റീൽ ആണോ റിയൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ കാണുന്നുണ്ടല്ലോ, ഒത്തിരി കപ്പിൾസിന്റെ വീഡിയോസ്, അങ്ങനെ കുറേ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഉണ്ട്. അപ്പം നമ്മൾ ഒത്തിരി പേര് വിചാരിക്കുന്ന എന്താണ്, എന്ത് മനോഹരമായ ജീവിതമാണ്
അവരുടേത്. എനിക്കും അതുപോലെ കിട്ടിയില്ലല്ലോ. അതെ, അങ്ങനെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. കാരണം അത് കണ്ടിട്ട് വീട്ടിൽ കുടുംബകലഹം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഭാര്യയും ഭർത്താവിനെ എനിക്കറിയാം. അത് ഞാനപ്പോ അവക്കത് ഭയങ്കര സങ്കടാ, എന്റെ ഭർത്താവ് ഇങ്ങനെ ആവുന്നില്ല. ലാസ്റ്റിൽ പിന്നെ അത് നോക്കിയിട്ട് ഇത് വർഷങ്ങൾക്ക് മുമ്പേ റീലും വന്നതല്ലേ. അല്ല, നമ്മുടെ അയലത്തെ അദ്ദേഹം അല്ല, അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു വീഡിയോ, ആ ചെറുക്കന്റെ പേര് ഞാൻ മറന്നു, ഒരു കൊമ്പം മീശയൊക്കെ വെച്ച് അവന്റെ യഥാർത്ഥ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ ദൈവമേ, അവന്റെ അമ്മ പോലും സഹിക്കാത്ത രീതിയിലുള്ള എന്താ പറയാ ഒരു ചേഞ്ച് ഓവറിലാണ് ഇന്ന്. ഏറ്റവും കൂടുതൽ അത് കച്ചവടമാക്കി പോകുന്ന മൊബൈൽ കമ്പനികളാണുള്ളത്. ഫിൽറ്ററുകളുടെ ലോകത്താണ് നമ്മളിത് ജീവിക്കുന്നത്. ഈ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഷെയ്ഡ് അല്ലേ? വീട്ടിലെ ഒരു ഫിൽറ്ററിന്റെ പേര് പറയൂ. വീട്ടില് നമ്മൾ അത് വെള്ളം അരിച്ചു വരുന്ന ഒരു സാധനം. വീട്ടിലെ ഒരു അടുക്കളയിൽ ഒരു ഫിൽറ്റർ അരിപ്പ. അതെ അല്ലേ? അതെ. ആ ഒരു സാധനം അഴുക്കുകേടുകളെ മാറ്റി ശുദ്ധമാക്കി കൊണ്ടുവരുന്ന ഒരു നമ്മുടെ ഫേസിലുള്ള ഇപ്പൊ അതെ, മൊത്തത്തിൽ അഴുക്കിനെ മാറ്റിക്കൊണ്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിക്കപ്പെടുന്ന മൊബൈലിലൂടെയാണ് കൂടുതലും വരുന്നത്. എനിക്ക് തോന്നുന്നു കമ്പ്യൂട്ടറൊക്കെ വളരെ, എന്നാൽ പോലും അതിനകത്ത് വരെ ഫിൽറ്ററുകളുടെ ലോകത്ത് ജീവിക്കുമ്പോൾ ഇന്ന് മനുഷ്യൻ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല ഇതും ഒരു ഫിൽറ്റർ ആണെന്നുള്ളത്? അതാരും ചിന്തിക്കുന്നില്ല. അത് ചിന്തിക്കാത്തത് കൊണ്ട് അവനകത്ത് വേറൊരു അവനോട് പോയി പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. അപ്പോഴ് ഈ ഫിൽറ്ററുകളാണ് ഇന്ന് ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തന്നെ ഞാൻ പറയും. അതുകൊണ്ട് വലിയ കുറേ ഗുണമുണ്ട്, അതിന് കുറേ ദോഷമുണ്ട്. ഇപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എൻ്റെ മക്കളുടെ കാര്യം ചേർത്താൽ പറയാം. കഴിഞ്ഞ വർഷം എൻ്റെ പെൺകുട്ടി, അവളുടെ ക്ലാസ്സിലെ പെൺകുട്ടികളെല്ലാം എല്ലാവരും വിവാഹം കഴിച്ചു പോകുന്നുണ്ട്. അവൾ കുറേ ഫോട്ടോസ് അയച്ചു തന്നു. ഞാനത് വലിയ കാര്യമായിട്ട് ഫേസ്ബുക്കിലിട്ടു. ക്രിസ്ത്യൻ വധുവായാൽ എങ്ങനെ ഇരിക്കും, ഇതിന് മെഹന്തി ഇട്ടാൽ എങ്ങനെ ഇരിക്കും, ആ വേഷങ്ങളെല്ലാം. ചിലർ എന്നെ വിളിച്ച് കംപ്ലൈൻറ്റ് പറഞ്ഞു, മോളുടെ എല്ലാം പറയുന്ന ശാലിൻ മോളുടെ കല്യാണം പറഞ്ഞില്ല. ഞാൻ അപ്പോഴാണ് ആലോചിച്ചത്, എന്താ ആക്ച്വലി AI അവൾ ഉണ്ടാക്കി തന്ന കുറേ ചിത്രങ്ങൾ ഞാൻ എങ്ങനെ ആയിരിക്കണം എന്ന് ചിന്തിക്കുന്ന ലോകത്തിലേക്ക്. അപ്പോൾ ഇന്ന് നമ്മളീ പറയുന്ന, ആദ്യമേ എന്നോട് റോഷിനി ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ, സ്ത്രീയെ യഥാർത്ഥത്തിൽ ഇന്ന് സമൂഹം എന്ന് പറയുന്നത് ഇന്നൊരു സോഷ്യൽ മീഡിയയും AI-യുമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹം ഇന്ന് നോക്കിക്കാണുന്നതും അത് തന്നെയാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഒരു സഹോദരി സുഹൃത്താണ് നമ്മുടെ സുജയുടെ ഒരു മുഖം കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ബിഗ് TV എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്വയം ഇല്ലാതായി മാറിയ ആദ്യ വനിതാ റിപ്പോർട്ടർ എന്നാണ് എനിക്ക് തോന്നിയത്. അതായത് സുജയ ക്ഷമിക്കുന്നല്ല, ബട്ട് യു നോ ദ വൺ തിങ്, ഷീ ഡിഡ് എ ഗുഡ് മാർക്കറ്റിംഗ്. എൻ്റെ ഒരു ഭയങ്കര വലിയൊരു ആഗ്രഹങ്ങളിൽ പെടുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള മാർക്കറ്റിംഗ് ടീമുകളെ കണ്ടെത്തുക. നല്ലൊരു PR വർക്ക് അതിൻ്റെ പിന്നിലുണ്ട്. സോ ഇന്ന് ലൈഫ് മൊത്തം ഒരു PR വർക്കിൻ്റെ പിന്നിലാണ്. അവിടെയാണ് നിങ്ങൾ കുറച്ച് മുമ്പ് ചോദിച്ച മറ്റൊരു ചോദ്യം, നല്ല ഭാര്യയും ഭർത്താവും. ഇതെല്ലാം PR വർക്കാണ്. വിവാഹം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പോലും ഇപ്പോൾ ഒരു PR വർക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അതായത് ഇനി നമ്മളൊന്ന് കുറച്ചുകൂടി പോയി ഏതെങ്കിലും വിഷയത്തിൽ പിടിപെടുമ്പോഴായിരിക്കും സ്വന്തം ഭാര്യ തന്നെയാണോ അത് എന്നുള്ളത് പിന്നീടാണ് അറിയുന്നത്. ഇതെല്ലാം ഒരു ഗീവ് ആൻഡ് ടേക്കിലൂടെ ഇന്ന് മുന്നോട്ട് പോകുന്ന സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് കൂടുതലുള്ളത്. അതിപ്പോൾ ഇവിടെ സ്ത്രീ പുരുഷ ബന്ധങ്ങളായാലും മക്കളും അമ്മയും പാരൻസും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധമായാലും എല്ലായിടത്തും ഇന്ന് ഈ പറയുന്നത് പോലെ ഈ പറയുന്ന മീഡിയയും ഫിൽറ്ററും AI-യും അതുപോലെ ഈ പറയുന്ന ആളുകളും PR-കളും നിറഞ്ഞതാണ്. കാലഘട്ടം മാറുന്ന അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് സാങ്കേതിക വിദ്യയിൽ വേണം. പക്ഷെ അത് ഒരു ദുരുപയോഗം ചെയ്യപ്പെടുന്നു. ഇപ്പോ ഇടയ്ക്കൊരു വീഡിയോ ഭയങ്കര കാര്യമായിട്ട് കാണും, ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു വീഡിയോ ആണ്, ഭയങ്കര കോൺട്രവേഴ്സി, ഭയങ്കര ഇതാണ്. ഇവർ ഇത്രയ്ക്ക് ഇങ്ങനെയുള്ളവരാണോ, ഇവരുടെ ബെഡ്റൂം രഹസ്യങ്ങൾ വരെ അവർ പുറത്തു പറയുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം, ദേ മേക്സ് മണി. അല്ല, അവർ കാശുണ്ടാക്കുന്നുണ്ട്. നീ ഇവിടെ ഇരുന്ന് വെറുതെ കാര്യമില്ല, അത്രേ ഉള്ളൂ. അതുകൊണ്ട് മിണ്ടാതിരിക്കുക, കാണാൻ പറ്റുമെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ അൺഫോളോ ചെയ്യുക, അത്രേ ഉള്ളൂ. അവർക്ക് ഈ പറഞ്ഞ പോലെ ക്യാഷ് വരുന്നുണ്ട്. അവിടെയും ഫിൽട്ടർ ചെയ്യാൻ, നമ്മൾ തന്നെ ഒന്ന് ഫിൽട്ടർ ചെയ്യാൻ നമുക്കൊരു അവസരം ഉണ്ടെന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ചേച്ചി ഇപ്പൊ പറഞ്ഞില്ലേ നമ്മൾ ഫിൽട്ടർ ചെയ്യപ്പെടണം എന്നുള്ളത് പറഞ്ഞില്ലേ. ഇപ്പം സമൂഹം ഫിൽട്ടർ ചെയ്യുന്നതിനേക്കാൾ ഉപരി നമ്മൾക്ക് ആദ്യം ഫിൽട്ടർ ചെയ്ത് വരേണ്ടത് കുടുംബങ്ങളിലാണ് അല്ലെ. അച്ഛൻ, അമ്മ, മക്കൾ. ഇപ്പൊ അത് കഴിഞ്ഞ് മാറി, ഇപ്പൊ അച്ഛനും മക്കളൊന്നും ഇല്ല, ഡിങ്ക്. ഡിങ്കൻ എന്ന് പറയുന്ന പോലെ ഡിങ്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് അറിയില്ല.
ചേച്ചിയും ജെൻസി ആയോ? ഞാൻ ജെൻസി ആണ്. ഞാൻ എൻ്റെ മക്കളെക്കാട്ടിലും ഞാനാണ് ജെൻസി. എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കുഞ്ഞുങ്ങളോളം പ്രായമുള്ള കുഞ്ഞുങ്ങളോടൊപ്പം വളരുകയും ജീവിക്കുകയും കുഞ്ഞുങ്ങളോടൊപ്പം വളരുകയും ചെയ്യുന്ന ഒരാളാണ്. നിനക്ക് ഏതൊക്കെ വാക്കുകൾ അറിയാം? യു നോ വാട്ട് അബൌട്ട് ബോഡി കൗണ്ട്? അറിയില്ല. അതാ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. വിവാഹത്തിന് മുൻപ് ബോഡി കൗണ്ടുകളുടെ എണ്ണം അറിയാവുന്ന പെൺകുട്ടികളെയും ആൺകുട്ടികളെയും എനിക്കറിയാമെന്നുള്ളതാണ്. ആൻഡ് ഇറ്റ്സ് കംസ് ടു 60+ എന്ന് പറയുന്ന കൗണ്ടിലേക്കൊക്കെ നിൽക്കുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ 60+ഓ, വിവാഹം കഴിഞ്ഞ് 10 വർഷം ജീവിച്ച എനിക്കില്ലാത്ത കൗണ്ടുകളോ. നൗ ദ സിറ്റുവേഷൻസ് കംസ് ഡിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ വയ്യ. വിവാഹം കഴിക്കാം, കുട്ടികൾ വേണ്ട. ഇടയ്ക്ക് അങ്ങനെ ഈ ഡിങ്ക് ഇപ്പോഴത്തെ അല്ല, ഇടയ്ക്ക് കുട്ടികളെ വേണ്ട എന്നുള്ള ചിന്തയിൽ വിവാഹം കഴിക്കാൻ വേണ്ടി കാത്തിരുന്ന് അങ്ങനെയുള്ളവരുണ്ട്. പക്ഷെ അതിപ്പോ ജനറലൈസ് ആയി. ലിവിങ് ടുഗദർ ഇതൊന്നും വിവാഹം കഴിക്കാം, കുഞ്ഞുങ്ങൾ വേണ്ട. ഓ, അങ്ങനെയാണ്. എല്ലാം കല്യാണം നടക്കണം, കുട്ടികൾ. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നിടത്തോട്ട് ഫാമിലി എന്ന് പറയുന്നതിനെ, അങ്ങനെ ഒരു തലമുറ വളർന്നു വരുമ്പോഴത്തേക്ക് നമ്മുടെ ഭാവി they are not concerned about that one. Just live for today. Okay. എല്ലാരും അങ്ങനെ തന്നെയാണല്ലേ ഇപ്പോൾ. നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. നമുക്കും ജെൻസി ആവാൻ ചേച്ചി. ഇനിയിപ്പോൾ ഞാൻ ജെൻസിയാ. എൻ്റെ 2 കുട്ടികളെയും വളർന്നു വലുതായി കഴിഞ്ഞു. ഇനി നിങ്ങൾ വേണമെങ്കിൽ കല്യാണം കഴിക്ക്, നിങ്ങൾ ജീവിക്ക്, ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ ഒരു ജെൻസി തലമുറയാണല്ലോ, അത് എത്രത്തോളം രസമുള്ള കാര്യമാണ്? എന്താണ് ആ കുട്ടികൾ ശരിക്കും പറഞ്ഞ ഇപ്പോൾ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ എങ്ങനെയാണോ അപ്പോഴത്തേക്ക് ജീവിച്ച സിറ്റുവേഷൻ അനുസരിച്ച് എന്തെല്ലാം ഇപ്പൊ പറയുന്നതല്ലേ, നമ്മൾ ഈ പറഞ്ഞ റിലേഷൻഷിപ്സ് ഒക്കെ മാറി സിറ്റുവേഷൻഷിപ്പ് വന്നിരിക്കുവാണ്. ആ സിറ്റുവേഷൻഷിപ്പിൽ ഇടക്കാലത്താണ് അങ്ങനെ ഒരു വാക്ക് കേട്ടത്. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ സിറ്റുവേഷൻഷിപ്പിൽ ജീവിക്കുന്ന ഇന്ന് ജെൻസി ഒന്നും അല്ല കേട്ടോ, ജെൻസി കഴിഞ്ഞു, ഇപ്പൊ ആൽഫയാ. ഇപ്പൊ ജെൻസി കാലഘട്ടമല്ല, ഇത് ആൽഫ കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ഈ ആൽഫ കാലഘട്ടത്തിലെ കുട്ടികളോടൊപ്പം ഫൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ലിറ്റിൽ ബിറ്റ് മോർ. അപ്പൊ അതുകൊണ്ട് കുടുംബം എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് നമ്മൾ ഇപ്പോൾ അതിനെയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ കുറേ അഴിച്ചുപണികളിലേക്ക് നമ്മൾ പോകേണ്ടതായിരിക്കുന്നു.